ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പരിശീലനം ആവശ്യമുള്ള ഒരു ജീവി ആയിക്കൊണ്ടാണ്. മനുഷ്യരല്ലാത്ത മറ്റു പല ജന്തുക്കളുടെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്, അള്ളാഹു മറ്റുള്ള പല ജന്തുക്കളുടെയും നിർമ്മിതിയിൽ തന്നെ അവർ കാര്യങ്ങൾ സ്വയമേവ പഠിച്ചെടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ചെറിയ പൂച്ചക്കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്ര ശ്രദ്ധയോടുകൂടിയാണ് അത് അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, കാഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പായി അത് ചെറിയ കുഴിയുണ്ടാക്കുന്നതും അത് മണ്ണ് വെച്ചോ മണൽ വെച്ചോ ഒക്കെ മൂടുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതേ പ്രായത്തിൽ വേണ്ട, അതിനേക്കാൾ മുതിർന്ന പ്രായത്തിലുള്ള ഒരു മനുഷ്യക്കുഞ്ഞ് ഇതേ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളവിടെ എത്തിയില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യനാണ്, കാര്യങ്ങൾ അത് പഠിച്ചെടുത്തുകൊള്ളും. അതുകൊണ്ട് സവിശേഷമായി നമ്മുടെ ശ്രദ്ധ ആവശ്യമില്ല എന്ന് നാം തീരുമാനിക്കാറില്ല. പകരം ഓരോ കാര്യങ്ങൾ ഏജ് അപ്രോപ്രിയേറ്റായ രീതിയിൽ മനുഷ്യന് പരിശീലനം നൽകപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയും അനുഭവവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരം പരിശീലനത്തിൻ്റെ മുഖ്യമായ കേന്ദ്രമായ കുടുംബത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബമെന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം തകർന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് തന്നെ അപകടത്തിലാകും. അതിനാൽ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ അത് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതെന്തുകൊണ്ട് തകർന്നു പോയിക്കൂടാ എന്ന് നിരന്തരമായി ബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ലോകത്തെ പലപ്പോഴും നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ ആയി കാണാറുണ്ട്. ഒന്നും ശരിയാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല എന്ന തീർപ്പിലെത്തിപ്പെടും ചിലപ്പോൾ നമ്മൾ. പകരം എല്ലാ നിരാശകൾക്കുമപ്പുറം പ്രതീക്ഷകൾ പുലർത്തുന്ന ഒരു സമീപനവും ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകാറുണ്ട്. എവിടെ നിന്നാണ് ഈ പോസിറ്റീവും നെഗറ്റീവുമായ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നമ്മളെ വളർത്തുന്നതിൽ നിന്ന്, നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മൾ കേട്ടും കണ്ടും അനുഭവിച്ചും ശീലിച്ചതിൽ നിന്നാണ് ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു ശരിയായ വീക്ഷണകോൺ നമുക്ക് രൂപപ്പെടുന്നത്. അതിനാൽ കുടുംബബന്ധങ്ങൾ ഇഴയെടുപ്പത്തോടുകൂടി നിൽക്കുക എന്നുള്ളത് എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കുടുംബങ്ങളിൽ പലപ്പോഴും നമ്മൾ വളർത്തപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു. വീട്ടിലേക്കങ്ങ് കയറുമ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നത് കാണുന്നു. നോർമലായി നമ്മൾ ചോദിക്കുക, ആരാണ് ഇത് പൊട്ടിച്ചത് എന്നാണ്. ഗ്ലാസ് അങ്ങനെയാണ് പൊട്ടിയത് എന്നല്ല നമ്മൾ സാധാരണ ചോദിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വരുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇതാരാണ് പൊട്ടിച്ചത് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സാധനം അത് കിടക്കേണ്ടതില്ലാത്ത സ്ഥലത്ത് കിടക്കുന്നു കഴിഞ്ഞാൽ ആരാണിതിവിടെ കൊണ്ടുവന്നിട്ടത് എന്നാണ് പൊതുവെ നമ്മളിൽ നിന്ന്, പ്രത്യേകിച്ചും പുരുഷന്മാരായ ആളുകളിൽ നിന്ന്, കാരണം സ്ത്രീകളാണ് പൊതുവെ കുടുംബങ്ങൾ നോക്കുന്നത് എന്നതിനാൽ അവരിൽ നിന്ന് വരാൻ സാധ്യതയുള്ള സാധാരണ പ്രതികരണം. അതെന്തുകൊണ്ട് അങ്ങനെ പ്രതികരണം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചെറുപ്പത്തിൽ, അവളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടിട്ടുള്ളത്. അതൊരു ക്ലാസ് വെച്ച് ട്രെയിൻ ചെയ്തതല്ല. പകരം നമ്മുടെ മനസ്സിലറിയാതെ കയറിപ്പോവുകയാണ് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച്. ഞാൻ പറഞ്ഞത് ചെറിയൊരു ഉദാഹരണമാണ്. അതിനാൽ ഒരു സമൂഹം പോസിറ്റീവായി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ
പോസിറ്റീവായ ആലോചനകളിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു തന്ന ജീവിതത്തെ അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളോടുമൊപ്പം അതിൻ്റെ മനോഹാരിതകളോടെ കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിൻ ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്ക് നല്ല കാഴ്ചകളും നല്ല കേൾവികളും നൽകുക എന്നുള്ളത് മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതിനാൽ വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, എന്തൊക്കെയാണ് ഈ കുടുംബ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നറിയുക, ആഴത്തിലറിയുക, അതിലെ ഓരോരോ വാചകങ്ങളെയും സൂക്തങ്ങളെയും അടുത്തറിയാൻ ശ്രമിക്കുക, അതിലെ വാചകഘടനയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതവും അതും തമ്മിലുള്ള അകലം എത്രത്തോളമുണ്ട് എന്ന നിരന്തര പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ബന്ധങ്ങളെ ഖുർആൻ എങ്ങനെ കാണുന്നു? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ എങ്ങനെ കാണിച്ചു തന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മനോഹരമായ ഭംഗിയുള്ള ഉപമകളിലൂടെയും അലങ്കാരങ്ങളിലൂടെയും ബന്ധങ്ങളെ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, ബന്ധങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയുന്നതിനെക്കുറിച്ച് പറയുന്ന ഈ സൂക്തം ഒരുപാട് തവണ നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അതിലുപയോഗിക്കുന്ന ഓരോ വാക്കുകളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുക. നിങ്ങൾ റഹ്മത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി നിങ്ങളുടെ എളിമയുടെ, വിനയത്തിൻ്റെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം എന്ന് പറയുന്നത് രക്ഷിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആരാണ് ഈ രക്ഷിതാക്കൾ? യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായി, നമ്മൾ ഈ ദുനിയാവിലേക്ക് വരാനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്ന ആളുകളാണ്. അവർ നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അവർ നമ്മളെ നോക്കുന്നത്? പ്രത്യേകിച്ച് പ്രതീക്ഷകളോടുകൂടി നോക്കുന്നതോടൊപ്പം തന്നെ തിരിച്ച് പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അവർ നമ്മളെ നോക്കുന്നത്. പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ യാസിർ ഖാദിയുടെ പിതാവ് 2 ആഴ്ച മുമ്പ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹം നടത്തുന്ന, പിതാവിനെക്കുറിച്ച് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ ഇത്ര വലുതായി പറയുന്നു? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം വൺ സൈഡഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ബന്ധമായി സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നു നമ്മുടെ പ്രായോഗിക അനുഭവത്തിൽ സംഭവിക്കുന്നത് മാതാപിതാക്കൾ മക്കളെ നോക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതീക്ഷകൾ വെച്ചുകൊണ്ടല്ല, എന്ന് പറഞ്ഞാൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പകരം അവരെങ്ങനെ വളരും, വലുതാവും. ശരിയാണ്, ജീവിതത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ എനിക്കവർ തണലാകും, എന്നെ അവർ നോക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നോക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതേസമയം തിരിച്ചോ, മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ പ്രത്യേകിച്ചും നോക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ബാധ്യത എന്നുള്ള രീതിയിലാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ഒരു രീതിയിലാണ്. പലപ്പോഴും മറ്റുള്ള ആളുകൾ എന്ത് പറയും എന്നുള്ള ആലോചനയിലാണ്. ചിലപ്പോഴെങ്കിലും പിശാച് നമ്മുടെ മനസ്സിലേക്ക് കടത്താൻ സാധ്യതയുള്ള ഒരു തോന്നൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും അധികം കാലം ഉണ്ടാവില്ലല്ലോ. സാധാരണ നമ്മൾ നല്ല രീതിയിൽ തന്നെ, പോസിറ്റീവായ സെൻസിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, പ്രായമായിരിക്കുകയാണ് അവർ, എത്ര കാലമെന്നറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവരെ കൊണ്ട് കിട്ടാനുള്ള പ്രതിഫലമൊക്കെ നമ്മൾക്ക് വാങ്ങിയെടുക്കാനുള്ളൊരു സന്ദർഭമാണ് എന്ന് പോസിറ്റീവായി പറയുമ്പോൾ പോലും അതിനുള്ളിൽ ഇത് അധികം പോകുന്നതല്ല എന്നൊരു വിചാരം വന്നു പോകുന്നില്ലേ എന്നൊരു ആലോചന നമ്മൾ നടത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനാൽ ഒന്ന് ബാധ്യത കൂടി നമ്മളുടെ പേരിൽ വന്നു ചേരുന്നൊരു കാര്യമാണെങ്കിൽ, മറ്റതും അള്ളാഹു നിശ്ചയിച്ച ബാധ്യതയാണെങ്കിൽ പോലും ആ ബാധ്യതയോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ അതിരുകളില്ലാത്ത, ലിമിറ്റില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് മക്കളോടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ അവരുടെ കാരുണ്യത്തിൻ്റെ തണലിലായിരുന്നു നമ്മൾ. കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി ചിറകിന് കീഴിലേക്ക് ഒതുക്കുന്നത് പോലെ നമ്മളെ ഒതുക്കി നമ്മളെ കൊണ്ടു നടന്ന്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആധാരമായി നിന്ന ആളുകളാണ്. കടമ്മനിട്ടയുടെ കോഴി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, കേൾക്കേണ്ടതാണ് നമ്മളത്. എങ്ങനെയാണ് ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് മനുഷ്യനുള്ള പാഠമായി അദ്ദേഹം എഴുതുന്നുണ്ട്. ഇവർക്ക് നിങ്ങൾ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ എപ്രകാരമാണോ കാരുണ്യത്തിൻ്റെ തണൽ വിരിച്ച് അവരുടെ സ്നേഹത്തിൻ്റെ ചൂട് പകർന്ന് നിങ്ങളെ അവർ കൊണ്ടു നടന്നത്, അതുപോലെ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ കാരുണ്യത്തിൻ്റെ തണൽ വിനയത്തോടുകൂടി അഹന്തയില്ലാതെ നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് നിങ്ങൾക്ക് അവർക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയുടെ വാചകം പോലും നമ്മൾ ആലോചിച്ച് നോക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എങ്ങനെയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നന്ദി കാണിക്കുക? അവർക്ക് വേണ്ടി എന്ത് കാരുണ്യമാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുക? കൺഫ്യൂഷനായി പോകാം മനുഷ്യൻ. ആ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക, പടച്ചവനെ ചെറുപ്പത്തിൽ എപ്രകാരമാണോ അവർ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്നു എല്ലാം. മാതാപിതാക്കളായ ആളുകൾക്ക് സവിശേഷമായി തന്നെ അതറിയുന്നുണ്ടാകും. മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കുന്ന ആളുകൾക്ക് അതറിയുന്നുണ്ടാകും. അതിനാൽ അതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതായി ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു അവിടുത്തെ മഹത്തരമായ വിസ്ഡത്തിൽ നിന്ന് ആലോചിച്ചിട്ടുണ്ടാകും, തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രാർത്ഥനകളിലെ മനോഹരമായൊരു പ്രാർത്ഥന, ചെറുപ്പത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചതുപോലെ നീ അവരെ സംരക്ഷിക്കണമേ. ആ കാരുണ്യം ആവശ്യപ്പെടുകയാണ് നമ്മൾ അള്ളാഹുവിനോട്. മറ്റൊരു ബന്ധമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ദമ്പതികൾ തമ്മിലുള്ള ബന്ധമാണ്. പുതപ്പായും വസ്ത്രമായും വിശേഷിപ്പിക്കുന്നു എന്നുള്ളത് ഉപയോഗിച്ച് ഒരു ക്ലീഷേ കണക്കെ ഒരുപക്ഷെ നമ്മുടെ കാതിൽ പതിഞ്ഞിരിക്കുന്ന, ഒരുപക്ഷെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഹുന്ന ലിബാസുല്ലക്കും വ അന്തുൽ ലിബാസുല്ലക്കും. നിങ്ങൾ പരസ്പരം വസ്ത്രമാണ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും രഹസ്യങ്ങൾ മറച്ചുകൊണ്ട് പരസ്പരം സമാധാനമായിക്കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാകണം. നിങ്ങൾ തമ്മിലുള്ള കുറ്റങ്ങളും കുറവുകളും അന്യ ആളുകൾ അറിയാത്തത് ഉണ്ടാകും. അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്ന ഒരന്തരീക്ഷം ഉണ്ടായിക്കൂടാ. കേവലം മാനസികമായ ഒരു ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല ആ ഖുർആനിലെ ആ ആയത്ത് വരുന്ന പശ്ചാത്തലം. റഹില്ലലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും. നോമ്പിൻ്റെ രാവുകളിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഹുന്ന ലിബാസുല്ലക്കും വ അന്തുൽ ലിബാസുല്ലഹുന്ന എന്ന ആയത്ത് വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, പരസ്പരമുള്ള ഒരു ഇഴുകിച്ചേരൽ, മാനസികമായും ശാരീരികമായും നടക്കുന്ന ഒരു കാര്യത്തെ പരസ്പരമുള്ള ഉതപ്പായി വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം നമ്മൾ സവിശേഷമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സമ്മാനം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. മലയാള പരിഭാഷകളിൽ സാധാരണയായി നമ്മൾക്ക് പ്രദാനം ചെയ്യുക എന്ന വാക്കാണ് ഉപയോഗിച്ച് കാണുന്നത്. പ്രദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക എന്ന അർത്ഥമാണ് പലപ്പോഴും. അതിൽ ദാനമുണ്ടെങ്കിലോ സമ്മാനമുണ്ടെങ്കിലോ അതൊന്നും പരിഗണനയിലേക്ക് വരാത്ത വിധം ആ വാക്ക് അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പേഴ്സീവ് ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ മക്കളെക്കുറിച്ച് പറയുന്നിടത്ത് സൂറ ശൂറയുടെ 49-ാമത്തെ ആയത്തിൽ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ യുക്കൂർ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ സമ്മാനമായി നൽകും, പെൺകുട്ടികളെയും അവൻ സമ്മാനമായി നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഓതിവെച്ച ആയത്ത് സൂറ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുറത അയ്യുൻ. നമ്മളുടെ പരിശ്രമങ്ങൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആത്മാർത്ഥമായ ശ്രമങ്ങൾ കൊണ്ടോ അല്ല അള്ളാഹുവിങ്കിൽ നിന്ന് കാരുണ്യം നമ്മൾക്കുണ്ടാകുന്നത്. പകരം കുടുംബത്തെ നമ്മൾക്ക് കൺകുളിർമയാക്കി അവൻ മാറ്റുന്നത് അവനിൽ നിന്നുള്ള ഒരു സമ്മാനമായിക്കൊണ്ടാണ്. റബ്ബനാ ഹബ്ലനാ, പടച്ചവനെ നമുക്ക് സമ്മാനമായി നീ തരണേ എന്ന്. കൺകുളിർമയാവാനുള്ള പ്രാർത്ഥന മക്കളെക്കുറിച്ച് ഇസ്ലാമിക ജീവിത പരിസരം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അസ്വാരസ്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
അതിനാൽ വിശുദ്ധ ഖുർആൻ ആ ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച്, അതിൻ്റെ വ്യത്യസ്ത അടരുകളെക്കുറിച്ച് സൂറ ബഖറയിലും സൂറ നിസായിലും പറയുന്നിടത്ത് പറയുന്ന ഓരോ വാക്കുകളെക്കുറിച്ചും നമ്മളൊരു പഠനം നടത്തി നോക്കേണ്ടതുണ്ട്. വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല, അതൊരു ലീഗൽ റിലേഷനാണ്, നിയമപരമായ ബന്ധമാണ് എന്നതിനാൽ വിവാഹമോചനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറയുന്ന സ്ഥലങ്ങളിൽ പോലും എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പരസ്പരമുള്ള ആദരവിനെ സംബന്ധിച്ച്, നിങ്ങളിപ്പോൾ പിരിയാൻ തീരുമാനിച്ച ഒരു ടേബിളിന് അക്രോസാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾ പരസ്പരം പാലിക്കേണ്ടി വരുന്ന വിട്ടുവീഴ്ചയെക്കുറിച്ച്, അതുവഴി വീണ്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്ലാം ഏറ്റവും കൂടുതലായി പലപ്പോഴും വിമർശകരുടെ പഴി കേൾക്കുന്ന വിഷയമെന്ന് പറയുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ആ അർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ 2 സൂറകളിലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആയത്തുകളെ സവിശേഷമായി സവിസ്തരം തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, ഒരു ജനറൽ പോളിസി പറയുന്നു, നിങ്ങൾ അവരോട് ഏറ്റവും മികച്ച രീതിയിൽ മര്യാദയോടുകൂടി സഹവർത്തിക്കണം. പുരുഷനോടാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ പുരുഷനെ അഭിസംബോധന ചെയ്ത് പറയുന്നു എന്നതിൻ്റെ അർത്ഥം സ്ത്രീകളങ്ങനെ വേണ്ടതില്ല എന്നുള്ളതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറ്റൊരു ഘട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാത്തത് എന്ന്. മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നത് ജനറലായിട്ടുള്ള റൂളുകൾ എന്നുള്ള രീതിയിൽ ഇത് ഒരുപോലെ 2 പേർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൈൻ കരിഹ്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ശൈഅ വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വിഷയം ബന്ധങ്ങൾ എങ്ങനെയാണ് വിഷമയമാകുന്നത് എന്നതിൽ ഇത്തരം കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളായിരിക്കുകയില്ല. ചിലപ്പോൾ അറ്റ് ദി സ്പർ ഓഫ് എ മൊമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നൈമിഷികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ദീർഘകാലത്തെ പ്രശ്നങ്ങളായി മാറുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവാം, വെറുപ്പ് തോന്നുന്നതുണ്ടാകാം. പക്ഷേ അതേ കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ വെച്ചിട്ടുണ്ടാകും എന്ന്. വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ അവരോട് നിങ്ങൾക്കൊരു അസ്വാരസ്യം തോന്നുന്നത്, അവരുടെ ഇടപെടലുകൾ, അവരുടെ അന്വേഷണങ്ങൾ ഒക്കെ പുരുഷാധിപത്യപരമായ ഒരു രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്നതിനാൽ അള്ളാഹുവും അവൻ്റെ റസൂലും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സവിശേഷമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. അതിനാൽ കുടുംബത്തിൻ്റെ ബന്ധം, കുടുംബങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ സംസാരങ്ങളും കേൾക്കുമ്പോഴും ആവർത്തിച്ച് നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ വസിയ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളോടുള്ള മാന്യമായ പെരുമാറ്റം എന്നുള്ളത് പാലിക്കാൻ പുരുഷന്മാർ എന്നുള്ള രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം. അതിനാൽ ചിലപ്പോൾ വെറുപ്പ് തോന്നും. അതിനാൽ നമ്മുടെ പ്രയോഗങ്ങൾ പലപ്പോഴും ഉണ്ടാകും. പെണ്ണുങ്ങളെ പേടിയാണ് അയാൾക്ക്. ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും ഫോൺ ചെയ്യുക. അപ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വന്ന് ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്ന് വന്ന ഫോണിനെ തുടർന്നാണ് ഭാര്യയുടെ വിളി വന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുക എന്നുള്ളത് ഒരു മോശം പോലെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ മഅറൂഫ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ബന്ധങ്ങളായിത്തീരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ അത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം ആദരവ് പോലെ, പരസ്പര സ്നേഹം പോലെ, പരസ്പര ആദരവിൽ നിന്നുണ്ടാകുന്ന പേടി കൂടി ഉണ്ടാകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ ദുർബലരായ മനുഷ്യരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ സമയവും അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണല്ലോ, വിരോധിച്ച കാര്യമാണല്ലോ എന്നത് മാത്രമല്ല നമ്മളുടെ തെറ്റുകളിൽ നിന്നും വഴികെട്ട് നടക്കുന്നതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന കാര്യം. പകരം മറ്റു ചില അന്വേഷണങ്ങൾ ഉണ്ടാകുമല്ലോ, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തത് പ്രതിഫലിക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്നുകൂടിയാണ് മനുഷ്യന് അതൊരു ഡെറ്ററൻ്റായിട്ട്, മനുഷ്യനെ തിന്മയിൽ നിന്ന് തടയുന്ന ഒരു കാര്യമായിട്ട് പലപ്പോഴും ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ അത്തരം അന്വേഷണങ്ങൾ തൻ്റെ പുരുഷാധിപത്യപരമായ അധികാരങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തിക്കൂടാ. തിരിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളത് അന്വേഷിക്കാൻ പാടില്ല. നിങ്ങൾ അതേക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചോ എൻ്റെ ഇടപാടുകളെക്കുറിച്ചോ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾ അതിലെ ചോദ്യങ്ങൾ ഉണ്ടാകരുത്.
ആ ചെറിയ ചോദ്യങ്ങളെപ്പോലും ടോക്സിക്കായി കാണുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂട. കാരണം ദമ്പതികൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അങ്ങേയറ്റം പരസ്പരം ഇഴുകിച്ചേരുന്ന ഒരു ബന്ധമാണ്. അതിനാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും അവിശ്വാസങ്ങളായിരിക്കും, ട്രസ്റ്റ് ഡെഫിസിറ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനാൽ മനുഷ്യ ജീവിതത്തിൽ സുതാര്യത ആരോടെങ്കിലും പാലിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണെങ്കിൽ അത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ അതുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. പകരം ഒളിച്ചു വെച്ചും മറച്ചു വെച്ചുമുള്ള കാര്യങ്ങൾ നടക്കുക, അതെല്ലാം തെറ്റായ കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ സംശയത്തിന് ഇട നൽകാൻ സാധ്യതയുള്ള രീതിയിലുള്ള സാമ്പത്തികമോ സദാചാരപരമോ സാമൂഹ്യമോ ആയ ഒരിടപാടുകളും യഥാർത്ഥത്തിൽ ദമ്പതികളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുവഴി പിശാചിന് കയറാനുള്ള ഒരു വഴി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ. അതിനാൽ നമ്മൾ ഓർക്കണം, അന്ന് ആ ചോദ്യം അവൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അന്ന് അവളോടൊന്ന് മറുപടി പറയേണ്ടി വരും എന്ന ആലോചനയാണ് എന്നെ അതിൽ നിന്ന് തിരിച്ചു നടത്തിയത്. ഭർത്താവിനോട് ഞാൻ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യം എന്നുള്ള ഒരു തോന്നലാണ് എന്നെ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്ന് നന്ദിപൂർവ്വം നമ്മൾ തന്നെ അനുസ്മരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് പോലെ സ്ത്രീയും പുരുഷനും സാമൂഹ്യ രംഗത്ത് ഏകദേശം തുല്യമെന്ന് പറയുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ ബന്ധങ്ങളിലെ ഈ സൂക്ഷ്മത, പരസ്പരമുള്ള ആദരവിൽ നിന്നുകൊണ്ടുള്ള പരസ്പരമായ വിശ്വാസം, അത് പാലിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നിങ്ങൾ രണ്ടുപേരും പിരിയുന്ന സന്ദർഭത്തെക്കുറിച്ച്, അഥവാ പിരിയേണ്ടി വന്നാൽ പിരിയുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുന്നിടത്തും അള്ളാഹു പറയുന്നുണ്ട് വിട്ടുവീഴ്ചയെക്കുറിച്ച്. വാൻ താഴ്ഫു അക്റബുലി തഖ്വ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വല തൻസവുൽ ഫള ബൈനക്കും, നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ നിങ്ങൾ മറക്കരുത്. ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ട് നിക്കാഹിൽ ഏർപ്പെട്ട് കൂടി താമസിക്കുന്നതിന് മുമ്പ് തന്നെ പിരിയേണ്ടി വരുന്നവരെ കുറിച്ച് പറയുന്നിടത്താണ് ഈ ആയത്തിൽ ഇത് പറയുന്നത്. സൂറ ബഖറയുടെ 237 ആയത്തിൽ ഇത് പറയുന്നത്. അവിടെ പോലും ഇത് പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ബന്ധത്തെ, ഔദാര്യത്തെ നിങ്ങൾ മറക്കരുത്. അവരൊന്നിച്ച് താമസിച്ചിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വർഷങ്ങളായി നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുമായി കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലപ്പോൾ വിഷമം തോന്നും, ഇയാൾ തന്നെയാണോ അയാളെന്ന് തോന്നുന്ന നിരവധി സന്ദർഭങ്ങൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിപ്പോകും. പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ കാരുണ്യമായി, സമാധാനമായി, നമ്മൾക്ക് ആശ്വാസമായി അവരുണ്ടായിരുന്നല്ലോ, അവനുണ്ടായിരുന്നല്ലോ, അവളുണ്ടായിരുന്നല്ലോ. അത്തരം ചില ഇമേജുകളും ചില വീഡിയോകളും നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് സൂറ നിസായിൻ്റെ 19 ആയത്തിനെ പറ്റി നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ നിമിഷാർദ്ധത്തിൽ ചിലപ്പോൾ ഇയാൾ ശരിയായി പെരുമാറുന്നില്ല, ഇവളുടെ സ്വഭാവം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇതല്ലല്ലോ യഥാർത്ഥത്തിലുള്ള ഇവൾ, യഥാർത്ഥത്തിലുള്ള ഇവൻ എന്ന ഒരു തോന്നലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മക്കളെക്കുറിച്ച് കൂടിയാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സമ്മാനമായി തരുന്ന ആളുകളാണ്, തന്നതാണ് നമ്മൾക്കെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് മാത്രമല്ല മക്കളെക്കുറിച്ച് ഉള്ളത്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറ അൻഫാലിലെ 28 ആയത്ത്. വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, മക്കളും സമ്പത്തുമൊക്കെ നിങ്ങൾക്ക് ഫിത്നയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ഫിത്തന എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതിനെക്കുറിച്ചല്ല, പരീക്ഷണമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സമ്മാനങ്ങളെ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് അള്ളാഹുവിങ്കലുള്ളതാണ് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം എന്നുള്ളതാണ്. അതിനാൽ നിങ്ങളുടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാൻ പാകത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളുടെ സമ്മാനങ്ങളായിരിക്കണം, അള്ളാഹു തന്ന സമ്മാനങ്ങളായിരിക്കണം നിങ്ങളുടെ മക്കളും സമ്പത്തും എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മാ നഹല വാലിദും വലദ, ഒരു സമ്മാനവും ഒരു കാര്യവും നൽകുന്നില്ല ഒരു പിതാവും തൻ്റെ മക്കൾക്ക്. അഫ്ളല മിൻ അദബിൻ ഹസൻ നഹ്ലൻ
അഫ്ളല മിൻ അദബിൻ ഹസൻ, മികച്ച പെരുമാറ്റ മര്യാദകൾ, ഇതിനേക്കാൾ മികച്ച ഒരു സമ്മാനവും ഒരു പിതാവും തൻ്റെ മക്കൾക്ക് നൽകുന്നില്ല എന്നുള്ളത്. അതിനാൽ പലപ്പോഴും ഇസ്ലാമിക വൃത്തത്തിന് പുറത്തുള്ള ആളുകൾ നൽകുന്നത് പോലെ നമ്മൾ അങ്ങനെ ഒന്നും ട്രെയിൻ ചെയ്യേണ്ടതില്ല എന്നൊരു വിചാരം നമുക്കുണ്ടാകരുത്. നോ പറയേണ്ടിടത്ത് നോ പറയണം. ശരിതെറ്റുകൾ എന്താണ് എന്ന് പറയേണ്ടിടത്ത് അത് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിന് ശേഷം ധാരാളം സമ്പത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ വന്നു കിട്ടിയ അവസരത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലെ പണിയുടെ ഭാരത്തെക്കുറിച്ചും അതിനാൽ ഒരു സെർവൻ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, വേലക്കാരി ആവശ്യമുണ്ട് എന്നും പറയുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, നീ ഈ ദുനിയാവിനെക്കുറിച്ചല്ല ഓർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾക്ക് പരിചയമുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് അന്ന് കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തികാവസ്ഥ ഉള്ളത് കൊണ്ടല്ല, പക്ഷേ അതിനേക്കാൾ മുഖ്യം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നിടത്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോക വിജയം എന്ന് പറയുന്നത് ഭൗതികമായി നമ്മൾ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എന്തിനേക്കാളും മുഖ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടത്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പരിഭ്രാന്തികളുണ്ടാകും. പക്ഷെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ചും ലിബറലൈസേഷൻ വ്യാപകമായതിനു ശേഷം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യാവസ്ഥകൾ അതിനു മുമ്പുള്ളതല്ല. അതിനാൽ ഇപ്പോഴത്തെ രക്ഷിതാക്കളായ ആളുകളുടെ ബാല്യകൗമാരങ്ങളെ വെച്ച് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ കളക്കാൻ കഴിയില്ല. സാമൂഹ്യമായി സുരക്ഷിതത്വത്തിന് സമൂഹമുണ്ടാക്കിയിരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം ഫയർ വാളുകൾ നമ്മളുടെ മക്കൾക്കില്ല എന്നുള്ളൊരു ദൗർഭാഗ്യം നമ്മുടെ മക്കളെ സംബന്ധിച്ചുണ്ട്. ഒരുപക്ഷെ ഭൗതിക വിഭവങ്ങളുടെ കാര്യത്തിൽ അന്നില്ലാതിരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെളിക്കിരിക്കുക എന്നുള്ളത്, പറമ്പിൽ പോവുക എന്നുള്ളതായിരുന്നു ഈ മുൻ തലമുറയുടെ കാലത്ത് പറഞ്ഞിരുന്നത് എന്നുള്ളതിൽ ഓർക്കാൻ പോലും കഴിയാത്ത വിധം വിദൂരമായൊരു ഓർമ്മയാണ് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഭൗതികമായ മാറ്റങ്ങൾ അത്രയും വലുതാണ്. പക്ഷെ അതോടൊപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ പല അടരുകളും ഇല്ലാതായിരിക്കുന്നു. ആളുകൾ ഇടപെടുകയില്ല, അന്യൻ്റെ പ്രശ്നത്തിൽ ഇടപെടാത്ത ഒരവസ്ഥയുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച നടന്നൊരു സ്പെഷ്യൽ ക്ലാസ് ദിവസം കർക്കിടക മാസത്തിൽ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ കാണാൻ പോയൊരു അനുഭവമുണ്ട് എനിക്ക്. അന്ന് ജുമാ നഷ്ടപ്പെട്ടു പോയി. കാരണം വെള്ളം കാണാൻ അങ്ങ് ചെന്നപ്പോഴാണ് അറിയുന്നത് കൂടെയുള്ളവർക്കൊന്നും അത്ര നിർബന്ധ ബുദ്ധി അതിലുള്ളതല്ല എന്ന്. പക്ഷേ ബാപ്പയോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ബാപ്പ അറിയുകയില്ലല്ലോ എന്ന സമാധാനത്തിലാണ് അവസാനം ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി എന്ന നിലയിൽ അന്നുണ്ടായത്. പക്ഷേ പിറ്റേന്ന് ഉച്ചക്ക് സമയത്ത് ബാപ്പ എന്നെ വിളിച്ച് ചോദിച്ചു, ഇന്നലെ ജുമായ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയാണത് അറിഞ്ഞത് എന്ന്. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞാൻ ചോദിച്ച സമയത്താണ് എന്നോട് പറഞ്ഞത്, അന്ന് എന്നെ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന മേരി ഗിരിജ ടീച്ചറാണ് പിറ്റേന്ന് വന്നു കഴിഞ്ഞപ്പോൾ 12:55 ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതല്ലല്ലോ എന്ന്. ടീച്ചർക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ജുമായുടെ സമയത്ത് അവിടെ ഉണ്ടാവേണ്ടവനല്ല ഈ കുട്ടി എന്നുള്ള ഒരു ബോധം മറ്റൊരാൾക്ക്, അന്യസമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഉണ്ടാവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. ഒരു ഉദാഹരണം പറയുകയാണ്, സമാനമായ ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ കണ്ണിൻ്റെ മുന്നിൽ എന്ത് സംഗതി നടന്നു കഴിഞ്ഞാലും പ്രതികരിക്കാൻ കഴിയാതെ നാവിറങ്ങിപ്പോയിരിക്കും. ഇറങ്ങിപ്പോയതല്ല, അത് ഇറക്കിക്കളഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങളാരും ഒരു മോറൽ പോലീസാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ എന്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കാൻ കഴിയാതെ ഞാനൊന്നും കാണുന്നില്ല എന്ന പോളിസി. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷമത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന പല ആളുകളും പല രംഗത്തും നടത്തിയ ഇടപെടലുകളാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തിയത് എന്നുള്ളത്, അധികം വഴിതെറ്റിപ്പോകാതെ നമ്മുടെ ഈ മാർഗത്തിലാക്കിയത് എന്നുള്ളത് നമ്മളറിയാം. പ്രത്യേകിച്ചും ബാല്യത്തിലും കൗമാരത്തിലുമൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചും ഈമാനിനെ സംബന്ധിച്ചുമുള്ള ബോധമല്ല. മുതിർന്നവർ കാണുമോ, മറ്റുള്ളവർ പറയുമോ, റിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള ബോധമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇന്നത്തെ സൗകര്യങ്ങൾ കൂടിയിരിക്കുന്നു. അന്ന് അശ്ലീലമായ എന്തെങ്കിലും ഒരു സാധനം കാണണമെന്നുണ്ടെങ്കിൽ എത്ര കണ്ണുകളെ നമ്മൾക്ക് വെട്ടിക്കണം, എത്ര ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് അങ്ങനെയല്ല, എല്ലാം കുട്ടികളുടെ കയ്യിൽ തന്നെ അവൈലബിളായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത്രയും പ്രയാസകരമായ സാഹചര്യത്തിലൂടെ നമ്മളെ കുട്ടികൾ കടന്നു പോകുമ്പോൾ
ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസമായി എമ്പതിയോടെ നിലകൊള്ളാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനാൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് തീരുന്നതല്ല നമ്മളുടെ പ്രശ്നങ്ങൾ. മറിച്ച് നമ്മുടെ കുട്ടി, നമ്മുടെ മക്കൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഭൗതികവാദികൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഈ ഉച്ചവെയിലത്താണ് എന്നുള്ള ഒരു അനുതാപം, ഒരു സഹതാപം അവരോടുണ്ടാകണം. പക്ഷെ അതിലൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിൽക്കുന്ന കുട്ടികൾ പോലും തങ്ങൾ അനുഭവിക്കുന്ന വെയിലിനെക്കുറിച്ച്, തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. കാരണം നൈമിഷികമായി ഭൗതിക ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്ന ആഹ്ലാദങ്ങളിലും സന്തോഷങ്ങളിലും ഇബ്ലീസ് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അതിനാൽ കഴിഞ്ഞ കാലത്ത് സമൂഹം കൂടി നിർവഹിച്ചിരുന്ന, അയൽക്കാർ നിർവഹിച്ചിരുന്ന, ബന്ധുക്കൾ നിർവഹിച്ചിരുന്ന ദൗത്യം കൂടി ഒന്നിച്ച് നിർവഹിക്കേണ്ടുന്ന ഇരട്ടിയോ അതിലേറെയോ ഉത്തരവാദിത്തം ഇക്കാലത്ത് രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ കുടുംബമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഈ സ്ഥാപനത്തെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഭാരിച്ച ഒരു കാര്യമാണ്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് നമ്മൾക്ക് ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സൗധം, മനോഹരമായ ഒരു സുരക്ഷയുടെ ഒരു മേലാപ്പ് അത് അള്ളാഹു നമ്മൾക്കായി വെച്ചിട്ട് നമ്മുടെ തലമുറകൾ, നമ്മുടെ കുട്ടികൾ ഇതുപേക്ഷിച്ച് ഈ മരീചികകൾക്ക് പിറകിൽ ഓടുകയാണല്ലോ എന്നുള്ള ഒരു തോന്നൽ നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ കാരണം അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ കുടുംബമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടയാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടാ എന്ന ഒരു ബോധവും തോന്നലും നമുക്കുണ്ടാവേണ്ടത്. ചെറുപ്പക്കാരായ ആളുകളോട്, കുട്ടികളോട്, വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരികളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതിലേക്ക് വെച്ചിരിക്കുന്ന കുടുംബജീവിതത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റു ബന്ധുക്കൾ, ഇങ്ങനെ സ്പൈറലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അവിടെ ഉപേക്ഷിച്ച് പോയ മറ്റൊരു സ്ഥലവും നമ്മൾക്ക് പോകാനില്ല. പ്രോത്സാഹകരും ചിയർ ലീഡേഴ്സുമായിട്ടുള്ള ആളുകൾ പിരിഞ്ഞു പോകും. കുറേ കഴിയുമ്പോൾ മാർക്കറ്റ് വാല്യൂ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും. 10 കൊല്ലം മുമ്പും 20 കൊല്ലം മുമ്പും നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഇതുപോലെ ഉയർത്തിക്കൊണ്ട് വരപ്പെട്ട ആളുകൾ ഇന്നെവിടെയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ജീവിതത്തിലെ നൈമിഷികതയെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമുണ്ടാവുക. ഇല്ല അഷിയത്തൻ ഔ ദുഹഹ എന്ന വിശുദ്ധ ഖുർആന്റെ പ്രയോഗമുണ്ടല്ലോ. പരലോകത്ത് പോയി നമ്മൾ പറയുമ്പോൾ ദുനിയാവിൽ എത്ര സമയമാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സായന്തനത്തിലെ കുറച്ച് സമയം, അല്ലെങ്കിൽ പ്രഭാതത്തിലെ കുറച്ച് സമയം. അത് അവിടെ മാത്രമുള്ളതല്ല, ദുനിയാവിലെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണത്. ഈ ഒരു ബോധത്തിൽ നമ്മൾക്കുണ്ടാകണം. അതിനാൽ നമ്മുടെ കൂടെ പ്രോത്സാഹനത്തിനുണ്ടാകേണ്ടത്, ചിയർ ലീഡേഴ്സായിട്ടുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. അവർ നമ്മളോട് നിരന്തരമായി നമ്മളുടെ മേൽ സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ നമ്മൾക്ക് നിർണയിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളെ, അവൻ്റെ ആയത്തുകളെ പരിഗണിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാനുഷികമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കുണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. ആവർത്തിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, ഒരു ബന്ധത്തിലും 100% പെർഫെക്ഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല. അങ്ങനെ സാധ്യമാകണമായിരുന്നെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സാധ്യമാകാമായിരുന്നു. പക്ഷേ എവിടെയാണ് റസൂൽ വേറിട്ട് നിൽക്കുന്നത്, യുണീക്കായി നിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരും. ഭാര്യമാരുണ്ടാക്കുന്ന, കുടുംബക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരും. സമൂഹത്തിലെ മറ്റു ചില ആളുകൾ അപമര്യാദയായി പെരുമാറും. അപ്പോൾ എടുക്കേണ്ടുന്ന സമീപനം എന്ത് എന്നുള്ളിടത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉസ്വത്തുൻ ഹസനയായി മാറുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ആ ഉസ്വത്തുൻ ഹസനയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മാതൃകയാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.